എല്ലാവർക്കും ആഷ്ബിക്രിയേഷൻസിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ എടുത്തിരിക്കുന്നത് സിൽക്ക് ത്രെഡാണ്. പിന്നെ സാധാരണ ഒരു ത്രെഡ് വേണം. പിന്നെ നോർമൽ നീഡിൽ ഷുഗർ ബീഡ്സ്, സിൽവർ കളറിലെ കട്ട് ബീഡ്സ്, ഇത്രയാണ് വേണ്ടത്. ഞാൻ ആദ്യം ഇവിടെ നമ്മുടെ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ടുള്ളതാണ് മാർക്ക് ചെയ്യുന്നത്. 14 ഇഞ്ചാണ് ഞാൻ ഫുൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ പകുതി വന്നിട്ട് 7 ഇഞ്ച്. 7 ഇഞ്ചിന് പകുതി ഭാഗം നമ്മൾ വീണ്ടും എടുക്കും. പിന്നെ 3 ഇഞ്ചാണ് ഞാൻ ഷോൾഡറിൻ്റെ എടുത്തിരിക്കുന്നത്. 1.5 ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് പോകും. പിന്നെ ഇറക്കം വന്നിട്ട് 5 ഇഞ്ചാണ് കഴുത്തിന് എടുത്തിരിക്കുന്നത്. 2 സൈഡും നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ 2 സൈഡിലൊന്ന് വരച്ചു കൊടുക്കും. വരച്ചു കൊടുത്തിട്ട് ആ കോണിലെ ആ ഭാഗത്തുനിന്ന് ഒരു ഇഞ്ച് ഒന്നടയാളപ്പെടുത്തി കൊടുക്കും. നമുക്ക് യു ഷേപ്പിലുള്ള കഴുത്താണ് ചെയ്യുന്നത്. ഞാൻ കസ്റ്റമൈസ്ഡ് വർക്കാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമ്മളുടെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഒരു ഡിസൈൻ വരുന്നത്. അതിനുവേണ്ടി ഞാൻ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു ഡിസൈൻ വരയ്ക്കാനായിട്ട്. നെക്കിൻ്റെ അവിടുന്ന് 2 ഇഞ്ച്. ബാക്കി നമ്മൾ കൈകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരച്ചെടുക്കുകയാണ് ചെയ്തേക്കുന്നത്. ഇതുപോലെ വളച്ചു കൊണ്ടുവന്ന് താഴേക്ക്, അവിടെ നിന്ന് ഇങ്ങനെ വളച്ചു കൊണ്ടുവന്ന് താഴേക്ക് കൊണ്ടുവരും. ഇതുപോലെയാണ് നെക്കിൻ്റെ ഡിസൈൻ വരുന്നത്. അത് ഞാൻ കുറച്ച് റൗണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്ന ഫ്ലവർ ബുള്ളിയൻ റോസ് ആണ്. ഇതുപോലെ ആദ്യം നീഡിൽ സൂചി എടുത്തിട്ട് ഞാൻ 6 പ്രാവശ്യം ചുറ്റുന്നുണ്ട്. 6 പ്രാവശ്യം ചുറ്റിയിട്ട് ഇതുപോലെ നീഡിൽ ഇറക്കും. വീണ്ടും നമ്മൾ അപ്പുറത്തെ ഭാഗത്തു നിന്ന് വീണ്ടും നീഡിലും സൂചിയും കൂടെ മുകളിലേക്ക് എടുത്തിട്ട് ഇതുപോലെ വീണ്ടും നീഡിൽ എടുത്തിട്ട് വീണ്ടും ഒരു 5, 6, 7, 8 പ്രാവശ്യം നമുക്ക് ചുറ്റാം കേട്ടോ. ഞാനിവിടെ ഒരു 9 പ്രാവശ്യം ചുറ്റിയിട്ടുണ്ട്. പതുക്കെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. പതുക്കെ തിരിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ത്രെഡ് ഉള്ളിലേക്ക് ആയിക്കോളും. വീണ്ടും സൈഡിൽ ഞാൻ കുറേ ബുള്ളിയൻ റോസ് ചെയ്തേക്കുന്ന കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ഫ്ലവർ നമ്മളിവിടെ ചെയ്ത് കഴിയാറായിട്ടുണ്ട്. ഇതുപോലെ വരും. ഇനി നമുക്ക് ചെയ്യുന്ന ലീഫാണ്. ഞാൻ 2 സൈഡിലായിട്ട് ലീഫ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ലീഫ് എടുക്കും. ലീഫ് എടുത്തിട്ട് ലീഫിനുള്ള ത്രെഡ് എടുത്തിട്ട് ഗ്രീൻ കളറിലെ ത്രെഡാണ്, പാരറ്റ് ഗ്രീനാണ്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നീഡിലും സൂചിയും കൂടി അടിയിലേക്ക് വലിച്ചിട്ട് വീണ്ടും ഇട്ടിപ്പുറത്തുനിന്ന് വീണ്ടും നീഡിലും സൂചിയും കൂടി എടുക്കും. എടുത്തിട്ട് ഫ്ലൈ സ്റ്റിച്ചിൻ്റെ പോലെയാണ് നമ്മളിവിടെ ലീഫ് ചെയ്തിരിക്കുന്നത്. ഫ്ലൈ ലീഫാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ലീഫാണിത്. ഇതുപോലെയാണ് നമ്മൾ ലീഫ് ചെയ്യുന്നത്. നമ്മൾ ലീഫ് ചെയ്ത് കഴിഞ്ഞു.
ഇനി ഞാൻ റോസ് കളറിലെ ത്രെഡ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇടയ്ക്ക് നമ്മൾ ഫ്രഞ്ച് നോട്ട് ഇട്ടൊന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇട്ട് കൊടുക്കണം. മുകളിൽ നിന്ന് താഴെ വരെ നമ്മൾ ഡിസൈൻ വരച്ചില്ലേ, ആ ഭാഗം ഫുള്ള് നമ്മൾ ഇതുപോലെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ ഇതിന് നമ്മൾ ബീഡ്സുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതുപോലെ കട്ട് ബീഡ്സ് ചെയ്തു. പിന്നെ ഷുഗർ ബീഡ്സ് ചെയ്യുന്നുണ്ട്. റോസ് കളറിൽ തന്നെ ഷുഗർ ബീഡ്സ് ആണേ. ഇതുപോലെ ഇടയ്ക്കൊക്കെ ചെയ്ത് കൊടുക്കണം. ഫുള്ള് നമ്മളങ്ങനെ ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ഓവറോൾ നമ്മുടെ ഔട്ട്ലുക്ക് വരുന്നത്. പിന്നെ ഈ ഒരു ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു ബെല്ലൈക്കനോടുണ്ട്, അതുകൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യണം കേട്ടോ.